നമസ്കാരം. ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവലിനെ പുറത്താക്കാൻ പദ്ധതിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കൂടാതെ ചൈനയുമായുള്ള വ്യാപാര യുദ്ധം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് രണ്ട് രാജ്യങ്ങൾക്കും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയും കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ചൈനയ്ക്ക് മുകളിലുള്ള 145% താരിഫ് ഉയർന്നതാണ്. പക്ഷേ ഈ താരിഫ് എന്നും ഇത്ര രീതിയിൽ ഉയർന്നു നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് പറയുകയും ചെയ്തതോടുകൂടി ചൈനയുമായുള്ള താരിഫ് യുദ്ധം അല്ലെങ്കിൽ ചൈനയുമായുള്ള താരിഫ് പ്ലാനിലും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തേക്കും എന്നുള്ള സൂചനയാണ് മാർക്കറ്റിന് ലഭിച്ചത്. ഈ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ചത്. കൂടാതെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലേക്ക് കൂടി മാറുകയാണ്. അതേസമയം ഗോൾഡ്മാൻ സാൻസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ ഇപ്പോഴും ഉയർന്ന അനിശ്ചിതത്വത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള വളരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും ഹയർ ഒഫീഷ്യൽസിൻ്റെ സൈഡിൽ നിന്നും വരുന്നത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയെ കൂട്ടുന്നുവെന്നാണ് ഗോൾഡ്മാൻ സാൻസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡോ ജോൺസ് 2.7% ഉയർന്നു, നാസ്ഡാക്ക് 2.7%, S&P 2.5% ഉയർന്നു. മെനങ്ങാത്ത ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഹെവി സെല്ലിംഗ് വന്നിരുന്നു. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ മികച്ച ബൈയിങ് നിലനിന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ബൈയിങ് മൊമെൻറ്റം പ്രത്യേകിച്ചും ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. ട്രഷറി ഈൽഡ് 10 വർഷത്തെ കണക്കനുസരിച്ച് 4.389 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 10 വർഷത്തെ ട്രഷറി ഈൽഡ് 4.389% എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സിലും ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 8% ഉയർന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ച വാരി എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വാരി എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 38% വർദ്ധിക്കുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 255% വർദ്ധിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് വാരി എനർജി. വാരി എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ വരുമാനം 38% വർദ്ധിച്ച് 4141 കോടിയായി മാറി. കമ്പനിയുടെ എബിറ്റ ഇയർ ഓൺ ഇയറിൽ 116% വളർച്ച കൈവരിക്കുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയറിൽ 255% വളർച്ച കൈവരിക്കുകയും ചെയ്തു. കൂടാതെ 47,000 കോടി രൂപ വില മതിക്കുന്ന അല്ലെങ്കിൽ 47,000 കോടി രൂപയുടെ മൂല്യമുള്ള 25 ഗിഗാവാട്ടിൻ്റെ ഓർഡർ ബുക്ക് കയ്യിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കമ്പനിക്ക് ലഭിച്ച ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ ഫ്യൂച്ചറിലും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് വാരി എനർജി. കമ്പനിയുടെ ക്വാർട്ടർ 4ലെ എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റി 1.35 ഗിഗാവാട്ടിൽ നിന്നും 2.06 ഗിഗാവാട്ടായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ റവന്യൂവിൽ 37.69% വളർച്ചയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 648 കോടിയുമായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ 2024 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റി 4.77 ഗിഗാവാട്ടിൽ നിന്നും 7.13 ഗിഗാവാട്ടിലേക്ക് ഉയർന്നു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ 27% വർദ്ധിച്ച് 14,846 കോടിയായി മാറി. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 107% വർദ്ധിച്ച് 1932 കോടിയായി മാറിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂവിൽ 16%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 27% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വരും സമയങ്ങളിലും കമ്പനി അതിൻ്റെ എബിറ്റയിൽ മികച്ച നേട്ടം കൈവരിക്കുമെന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ പറയുന്നത്. 5,500 കോടി മുതൽ 6,000 കോടി വരെയുള്ള എബിറ്റ എസ്റ്റിമേഷനാണ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എബിറ്റയിൽ 75%-ലധികം വളർച്ച കൈവരിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓർഡർ ബുക്കും മാർക്കറ്റിലെ അനുകൂല സാഹചര്യവും കമ്പനിയുടെ കൈമുതലാണ്. കൂടാതെ 1.6 ഗിഗാവാട്ട് ശേഷിയുള്ള അമേരിക്കയിലെ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയും കമ്പനിക്ക് കരുത്തേകുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ്. ഇവിടെ റിന്യൂവബിൾ എനർജി സെക്ടറിൽ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും
സെൽ, ഇങ്കോട്ട്, വേഫർ, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, പവർ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെർട്ടർ തുടങ്ങിയ സെക്ടറുകളിലേക്കുള്ള കമ്പനിയുടെ എക്സ്പോസർ മൂലം വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് വാരി എനർജി.